സ്ത്രീകളുടെ അവകാശങ്ങളെ പിന്തുണയ്ക്കുന്നതും മിഡിൽ ഈസ്റ്റേൺ രാജ്യത്തിലെ ഹിജാബ് നിയമങ്ങളെ എതിർക്കുന്നതുമായിട്ടുള്ള ഗാനം തയ്യാറാക്കിയ പ്രമുഖ ഗായകന് കിട്ടിയത് ചാട്ടവാർ ശിക്ഷയായിരുന്നു. ഇറാനിൽ ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങാൻ സ്ത്രീകളോട് ആഹ്വാനം ചെയ്യുന്ന തരത്തിലായിരുന്നു ഗാനം. പ്രതിഷേധ സംഗീതത്തിന് പേരുകേട്ട ഗായകനും ഗാനരചയിതാവുമായ യാരാഹിയെ 2023 ഓഗസ്റ്റ് അവസാനം അറസ്റ്റ് ചെയ്യുകയും 2 വർഷവും 8 മാസവും തടവിന് ശിക്ഷിക്കുകയും ചെയ്തു. 1 വർഷത്തെ തടവിനോടൊപ്പം 74 ചാട്ടവാറടിയും ശിക്ഷ നൽകണം എന്നായിരുന്നു ശിക്ഷാവിധിയിൽ പറഞ്ഞിരുന്നത്. സ്ത്രീകളുടെ ഒരു രൂപത്തിലുള്ള അവകാശങ്ങളെയും പിന്തുണയ്ക്കുന്ന രാജ്യമല്ല ഇറാൻ. തന്നെയുമല്ല, സ്ത്രീകളെ മനുഷ്യരായി പോലും അംഗീകരിക്കാത്ത ഇന്ന് നിലനിൽക്കുന്ന അഫ്ഗാൻ പോലെയുള്ള ഏതാനും വിരലിലെണ്ണാവുന്ന ഗോത്ര രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. അവിടെ ഹിജാബ് നിയമങ്ങളെ എതിർക്കുക എന്ന് പറയാൻ പോലും പാടില്ല. ഹിജാബിനെ സംബന്ധിച്ച് നെഗറ്റീവായിട്ടോ എതിർത്തോ ഒരു വാക്ക് പോലും പറയാൻ പാടില്ലാത്ത ഒരു രാജ്യത്ത്, അനിഷേധ്യമായ ഒരു രാജ്യത്ത് അതിനെ എതിർത്തുകൊണ്ട് ഗാനമെഴുതാനും അതാലപിക്കാനും തയ്യാറാകുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു ചാലഞ്ചാണ്. ഈ ചാട്ടവാറടി പ്രതീക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ഈ രൂപത്തിൽ ഒരു സാഹസത്തിന് ആ ഗായകൻ മുതിർന്നത്. കാരണം ഇറാൻ ഗവൺമെന്റിന്റെ ഇത്തരം സ്ത്രീവിരുദ്ധമായ നയങ്ങൾക്കെതിരെ തന്നെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ പൊരുതണം. ഇതാണ് യുദ്ധം. ഒരു മതേതര രാജ്യത്ത് മതത്തിനു വേണ്ടി വാദിക്കുന്നതല്ല യുദ്ധം. ഒരു മതരാജ്യത്ത് മാനവിക വിരുദ്ധതയ്ക്കെതിരെ സംസാരിച്ചാൽ അതാണ് യുദ്ധം. സ്ത്രീകളോട് ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങാൻ ആഹ്വാനം ചെയ്യുന്ന രൂപത്തിൽ ഒരു ഗാനം, ആ ഗാനം പോലെ തന്നെ സ്ത്രീകൾ ചെയ്യണമെന്ന് നിർബന്ധമുണ്ട്. പക്ഷേ അസഹിഷ്ണുത നഖത്തിന്റെ ഇടയിൽ സൂക്ഷിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇറാന്റേത്. അവർക്കത് സഹിക്കാൻ പറ്റില്ല. മദ്യം കഴിച്ചതിനും മദ്യം കൈവശം സൂക്ഷിച്ചതിനുമൊക്കെയാണ് അദ്ദേഹത്തിന് ശിക്ഷ നൽകിയത് എന്ന് അധികൃതർ വിശദമാക്കുന്നുണ്ട്. സംഗീതത്തിന്റെ പേരിലായിരുന്നില്ല ശിക്ഷ എന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അദ്ദേഹം വ്യക്തമാക്കുന്നു, അത് മാത്രമേ ഞാൻ ചെയ്ത തെറ്റുള്ളൂ. ഹിജാബിനെ എതിർത്തുകൊണ്ട് ഗാനമെഴുതി ആലപിച്ചു. 74 തവണ ചാട്ടവാറടിയേറ്റതോടുകൂടി കേസ് അവസാനിപ്പിച്ചതായും ഇറാൻ വിശദമാക്കുന്നുണ്ട്. മെഹദി യാറാഹിയുടെ റുസാരിറ്റോ എന്ന ഗാനം വലിയ രീതിയിൽ വൈറലായിരുന്നു. സൂര്യൻ അസ്തമിക്കുകയാണ്, നിങ്ങളുടെ മൂടുപടം മാറ്റൂ, നിങ്ങളുടെ മുടിയിഴകൾ കാറ്റിൽ ഉലയട്ടെ എന്നും കണ്ണീരിനെതിരെ ചിരിച്ച് പ്രതിഷേധിക്കാൻ ഭയക്കരുതെന്നും അർത്ഥം വരുന്ന റൂസാരിറ്റോ എന്ന ഗാനം ഇറാനിൽ ഹിജാബ് വിരുദ്ധ പ്രതിഷേധങ്ങളിൽ വ്യാപകമായി പ്രതിഷേധക്കാർ ഉപയോഗിച്ചു. ഇതിന് പിന്നാലെ ഓഗസ്റ്റ് മാസത്തിലാണ് ഗായകനെ ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. 2023 സ്ത്രീ ജീവിതം സ്വാതന്ത്ര്യം എന്ന പ്രക്ഷോഭത്തിന്റെ 1ാം വാർഷികത്തിനായിരുന്നു മെഹദി യാറാഹി റൂസാരിറ്റോ എന്ന ഗാനം പുറത്തിറക്കുന്നത്. 2022 മഹ്സ അമിനി എന്ന 22-കാരിയെ സദാചാര പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ ഇവരുടെ പീഡനം കാരണം ജയിലിനകത്ത് വെച്ച് തന്നെ മരിക്കുന്നു. മരിച്ചതിന് ശേഷം വലിയ രീതിയിലുള്ള ഹിജാബ് വിരുദ്ധ പ്രതിഷേധമാണ് ഇറാനിൽ നടന്നത്. 1 വർഷത്തിലധികം നീണ്ടുനിന്നു. 2024 കുറഞ്ഞത് 100 കണക്കിന് ആളുകളെയെങ്കിലും ഇറാനിൽ കൊന്നുകളയുകയും ചാട്ടവാറടി ശിക്ഷയ്ക്ക് വിധേയരാക്കുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യാവകാശ സംഘടനകൾ ഇത് വിശദമാക്കുന്നുണ്ട്. പക്ഷെ പ്രതികരിക്കണ്ടേ? ഈ 100 കണക്കിന് ആളുകൾക്ക് 9957 അടികളാണ് ഇതിനോടകം തന്നെ ഇറാൻ സർക്കാർ നൽകിയത് എന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ. മതം അടിച്ചേൽപ്പിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്ന് ഇറാൻ പഠിപ്പിക്കുകയാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ബലാത്കാരമില്ല എന്ന ഇവരുടെ തനി തട്ടിപ്പ് ഇറാനെങ്കിലും ഒന്ന് പുറത്ത് കാണിക്കണ്ടേ? ഇറാനെങ്കിലും ലോകത്തിനൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ? ഞങ്ങൾക്ക് അങ്ങനെയല്ല. ലോകത്ത് ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും
മതം മുഴുവനും അള്ളാഹുവിന്റെ പേരിലാകുകയും ചെയ്യുന്നതുവരെ, അള്ളാഹുവിന് വേണ്ടിയുള്ള ഭരണകൂടം സ്ഥാപിക്കുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞ ഇസ്ലാമാണ് ശരിയായ സമാധാനത്തിന്റെ ഇസ്ലാം എന്ന് ജനങ്ങളോടൊന്ന് പറയണ്ടേ? ഹിജാബ് ഉപേക്ഷിക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഗാനം സാമൂഹിക മാധ്യമത്തിലൂടെയാണ് യാരാഹി പോസ്റ്റ് ചെയ്ത് ജനങ്ങളെ അറിയിച്ചത്. ഹിജാബ് ധരിക്കാതെ നൃത്തം ചെയ്യുന്ന വനിതകളുടെ ദൃശ്യവും ഇതോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിലാണ് ആളെ അറസ്റ്റ് ചെയ്യുന്നത്. ശിക്ഷയ്ക്ക് പിന്നാലെ സ്വാതന്ത്ര്യത്തിന് വില കൊടുക്കാത്തവർ അതിന് അർഹരല്ല എന്നും ഞാൻ എൻ്റെ വില കൊടുത്തു എന്നും യാരാഹി സമൂഹ മാധ്യമത്തിൽ എഴുതി. ഇതാണ് പോരാട്ടം, ഇതാണ് യുദ്ധം. ധർമ്മസമരം ചെയ്യുന്നു മുഴുവൻ സ്ത്രീകളുടെയും സ്വാതന്ത്ര്യത്തിനു വേണ്ടി. ഇനിയും ഇത് പറഞ്ഞതുകൊണ്ട് ഇറാൻ ഇനിയിപ്പോ ഹിജാബ് നിയമങ്ങളൊന്നും മാറ്റുമെന്നല്ല, ചിന്തിക്കാൻ ഉതകുന്ന രൂപത്തിൽ തൻ്റെ ജീവിതം കൊണ്ട് അടയാളപ്പെടുത്തലുകൾ ഉണ്ടാക്കാൻ ആ മനുഷ്യന് സാധിച്ചില്ലേ? ഇറാനിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും അറിയാം അവരനുഭവിക്കുന്ന യാതനയെക്കുറിച്ചും വേദനയെക്കുറിച്ചും, അവരനുഭവിക്കുന്ന അടിമ ജീവിതത്തെക്കുറിച്ച്. ഇപ്പോൾ മോട്ടോർ ബൈക്കിൽ ലോകം ചുറ്റാൻ വേണ്ടി ഇറങ്ങിയ ബ്രിട്ടീഷ് ദമ്പതികളെ ഇറാൻ അറസ്റ്റ് ചെയ്തത് ചാരവൃത്തി എന്നാരോപിച്ചിട്ടാണ് എന്ന് റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞ ദിവസം. പാശ്ചാത്യ ഇന്റലിജൻസ് ഏജൻസികളുമായി ഇവർക്ക് ബന്ധമുണ്ട് എന്നാണ് ഇറാൻ ആരോപിക്കുന്നത്. പ്രായം 50കളിലുള്ള ക്രെയ്ഗ് ലിൻസെ ഫോർമാൻ ഈ ദമ്പതികളെയാണ് ഇക്കഴിഞ്ഞ ജനുവരിയിൽ വ്യക്തമാക്കാത്ത സുരക്ഷാ കാരണങ്ങളാൽ അറസ്റ്റ് ചെയ്തത്. വിനോദസഞ്ചാരികൾ എന്ന ഭാവത്തിൽ ദമ്പതികൾ ഇറാനിൽ പ്രവേശിക്കുകയും കെർമാൻ പ്രവിശ്യയിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഇവർ പല വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തതായി ജുഡീഷ്യറി വക്താവ് അസ്ഗാർ ജഹാംഗീർ പറയുന്നു. ദമ്പതികൾക്ക് വിദേശചാര സംഘടനകളുമായിട്ടുള്ള ബന്ധം സ്ഥിരീകരിച്ചു എന്ന് കെർമൻ ജുഡീഷ്യറി ചീഫ് ഇബ്രാഹിം ഹമിദി പറഞ്ഞതായിട്ട് ജുഡീഷ്യറിയുടെ മിസാൻ ഓൺലൈൻ വെബ്സൈറ്റിൽ പറയുന്നു. ഒന്നിലധികം പ്രവിശ്യകളിൽ നിന്നും ഈ ദമ്പതികൾ വിവരം ശേഖരിച്ചതായും ശത്രുരാജ്യങ്ങളെയും പാശ്ചാത്യ രാജ്യങ്ങളെയും രഹസ്യാന്വേഷണ സംഘടനകളുമായി ബന്ധം പുലർത്തുന്ന ചില ഗൂഢസംഘങ്ങളുമായും ഇവർക്ക് ബന്ധമുണ്ട് എന്ന് കണ്ടെത്തിയെന്നുമാണ് വക്താവ് പറയുന്നത്. അവിടെ എന്താണ് നിയമം എന്ന് അവർ തീരുമാനിക്കും. സംശയാസ്പദമായ സാഹചര്യത്തിൽ ഒരാൾ പിടിക്കപ്പെട്ടാൽ പിന്നീട് അതിനകത്ത് നീക്കുപോക്കുകളില്ല. നിരപരാധിത്വം വെളിപ്പെടുത്താൻ പ്രത്യേകിച്ച് ഒരു സാഹചര്യങ്ങളുമില്ല. ലോകം മുഴുവനും മോട്ടോർ ബൈക്കിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച 2 പേർ 5 ദിവസമായിരുന്നു ഇറാനിൽ തങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. മറ്റിടങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ഇറാനിലെ ദിവസങ്ങളും അവർ സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങൾ സഹിതം പങ്കുവച്ചു. ഇറാന്റെ സൗന്ദര്യത്തെയും തദ്ദേശീയ ഭക്ഷണത്തിന്റെ രുചിഭേദങ്ങളെയും അവർ ഏറെ പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു ഓരോ പോസ്റ്റിലും. മനഃശാസ്ത്രത്തിൽ ഡോക്ടറേറ്റുള്ള ലിൻസ ഒരു ഗവേഷണ പ്രബന്ധം തയ്യാറാക്കുകയായിരുന്നെന്നും യാത്ര കഴിഞ്ഞ് തിരികെ എത്തിയാൽ അത് ബ്രിസ്ബെയിനിൽ സമർപ്പിക്കാൻ ഒരുങ്ങുകയായിരുന്നു എന്നുമാണ് BBC റിപ്പോർട്ട് ചെയ്യുന്നത്. ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഫോറിൻ ഓഫീസിന്റെയും മുന്നറിയിപ്പ് വകവയ്ക്കാതെയായിരുന്നു ഇവർ ഇറാനിലേക്ക് പോയത്. ലോകത്തിന്റെ ഭൂരിഭാഗം ആളുകളും നല്ലവരാണെന്നും അർത്ഥവത്തായ ഒരു ജീവിതത്തിനായി കൊതിക്കുന്ന നിഷ്കളങ്കരാണ് എന്നുമായിരുന്നു അവർ വാദിച്ചത്. യാത്രയിലെ വെല്ലുവിളികൾ മനസ്സിലാക്കുമ്പോഴും വ്യത്യസ്ത തരം ആളുകളുമായി ഇടപഴകുന്നതിലൂടെ ലഭിക്കുന്ന ഒരു ആനന്ദം ആ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നും അവർ പറഞ്ഞിരുന്നു. ഇറാനിന്റെ സൗന്ദര്യത്തെയും ഇറാനിന്റെ ഭക്ഷണ രീതികൾ, അവരുടെ സംസ്കാരം, അവരുടെ നാട്, അവരുടെ രീതി, ഇതിനെ സംബന്ധിച്ചിട്ടൊക്കെ വീഡിയോ ചെയ്തതാരാ? 2 കാഫിറുകളാണ്. ഈ കാഫിറുകൾ ഇസ്ലാമിക വസ്ത്രം പോലും ധരിക്കാതെ ഇറാനിൽ പോയി ഇത് ചിത്രീകരിക്കുമ്പോൾ നാളെ ഇറാനിലെ സ്ത്രീകൾക്കും ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നിയാലോ? അതുകൊണ്ട് ഓടുന്ന ഓസ്ട്രേലിയൻ ദമ്പതികൾക്ക് 1 മുഴം മുമ്പേ ഇറാൻ എറിഞ്ഞു. നന്ദി. ഓസ്ട്രേലിയൻ ദമ്പതികളല്ല, ഓസ്ട്രേലിയയിലേക്കുള്ള യാത്ര ബ്രിട്ടൻ ദമ്പതികൾ. ഇറാൻ മനോഹരമാണ് എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് ഇറാന്റെ പോലീസ് വന്ന് വണ്ടി നിർത്തി പൊക്കിയെടുത്തു. എന്ത് മനോഹരമായ നാടല്ലേ. നന്ദി.